സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്, ഒരു സന്തോഷമാണ് അല്ലേ? ഈ നമ്മുടെ സന്തോഷത്തെയും വികാരത്തെയൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് കാലത്തെ സ്വർണത്തിൻ്റെ വില. ഈ ഒരു പ്രശ്നം നമ്മൾ എങ്ങനെ അതിജീവിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോയ തലമുറ, അതായത് നമ്മുടെ പാരൻസിന് വരെ പറയാനുള്ള ഒരു ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, പറക്കാട്ട് ജ്വല്ലേഴ്സ്. യെസ്, നമ്മുടെ നാട്ടിൽ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം എന്ന് പറയുന്ന കോട്ടൺ കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം പറക്കാട്ട് ജ്വല്ലറിയാണ്. ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞത് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് അല്ല. ശരിക്കും ഈ നമ്മുടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഈ ഗോൾഡ് കവറിങ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താ, ക്ലാവ് പിടിച്ചിട്ട് ചൊറിച്ചില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണ ഗോൾഡ് കവറിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ എവിടെയും പറഞ്ഞ് കേൾക്കപ്പെടാത്ത ഒരു സ്ഥാപനമാണ് നമ്മുടെ പറക്കാട്ട് ജ്വല്ലേഴ്സ്. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഗോൾഡ് കവറിങ് ചെയ്യുന്നത് 24 ക്യാരറ്റിലാണ്, തനി തങ്കത്തിലാണ്. മാത്രമല്ല ഇത് നമ്മുടെ ആഭരണങ്ങൾ ചെയ്തെടുക്കുന്നതാണെങ്കിൽ വെള്ളിയിലും അതുപോലെ ചെമ്പിലുമാണ്, ഓക്കെ, കോപ്പറിലും. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഈ ആഭരണങ്ങൾ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് വരെ, കൊച്ചുകുട്ടികൾ അറിയാലോ, മോതിരം കളയുക, കമ്മൽ കളയുക, മാല കളയുക, ഇതൊക്കെ അവരുടെ പതിവ് പരിപാടികളാണ്. അപ്പം ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം, മാത്രമല്ല വാതിൽക്കൽ എത്തി നിൽക്കുന്ന നമ്മുടെ കല്യാണ സീസണെയും നമുക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പറക്കാട്ട് ജ്വല്ലേഴ്സ് പുതിയതായിട്ട് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ കളക്ഷനും നമ്മളിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്ന, അപ്പോൾ ഈ നെക്ലേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റൂബി അതുപോലെ തന്നെ സിർക്കോൺ, ഈ 2 സ്റ്റോൺസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിലുള്ള പേൾ ആണെങ്കിൽ റിയൽ പേളാണ്. നമ്മളൊരിക്കലും പ്ലാസ്റ്റിക് പേൾ അതുപോലെയുള്ള ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഓർണമെൻറ്റ്സിലെല്ലാം ഒന്നേ റിയൽ പേൾ, അതുപോലെ തന്നെ സ്റ്റാർ കട്ട് അമേരിക്കൻ ഡയമണ്ട് അല്ലെങ്കിൽ സിർക്കോൺ സ്റ്റോൺസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റൂബി ആണെങ്കിലും അതെ, ഈ ഒരു അതെ കൊറിയൻ റൂബി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ റൂബി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് എല്ലാം മാച്ചായിട്ടുള്ള സെയിം അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ബാംഗിൾസ്, അതുപോലെ തന്നെ റിങ്സ്, എല്ലാം എന്ത് വേണമെങ്കിലും അതും അവൈലബിൾ ആണ്. ഈ കൊറിയൻ റൂബിയും നാച്ചുറൽ റൂബിയും തമ്മിൽ എന്താ വ്യത്യാസം? കൊറിയൻ റൂബി എന്ന് പറയുമ്പോൾ അത് ഒരു കുറച്ചുകൂടെ പുതിയൊരു വേർഷനാണ്. ശരിക്കും ഞങ്ങളുടെ തുടക്കകാലത്ത് നമ്മൾ റിയൽ റൂബി മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗോൾഡിലും ഈ ഒരു കൊറിയൻ റൂബിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൾക്കാരുടെ ആ ഒരു ഇഷ്ടങ്ങൾ മാറി വരുന്നു, ടേസ്റ്റ് മാറി വരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എക്കണോമിക്കലാണ്, റിയൽ റൂബിയെ കഴിഞ്ഞും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവാണ്. ബട്ട് ആ ഒരു നാച്ചുറൽ ലുക്ക് തന്നെ തരുകയും ചെയ്യും. അപ്പോൾ പുതിയ പുതിയ ചേഞ്ചസ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറണമല്ലോ. അതെ. പക്ഷെ എന്നാന്ന് പറഞ്ഞാലും ഈ ചോക്കർ വരുമ്പോൾ ഒരു കല്യാണത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഓർണമെൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ വലിയ ഡിഫക്റ്റ്. ആ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഇമിറ്റേഷൻ ജ്വല്ലറി, അല്ലെങ്കിൽ നമുക്ക് പറക്കാട്ടിനോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റുന്നതാണ്. പാർട്ടി വെയറായിട്ട് വല്ലപ്പോഴും ഇടാനായിട്ട് നമുക്ക് വലിയൊരു എമൗണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതാ ഇനി അടുത്ത വെറൈറ്റീസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളത് പറയുമ്പോൾ ഇതും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡിലാവുമ്പോൾ ഇതിന് വരുന്ന ഒരു മേക്കിംഗ് ചാർജ്, ശരിക്കും ഡയമണ്ട് എന്ന് പറയുമ്പോഴോ അല്ല റൂബി എന്നൊക്കെ പറയുമ്പോൾ ഒരു 50% എങ്കിലും, അതായത് നമ്മൾ അതിൽ എത്ര ഗോൾഡ് ഉണ്ടോ അതിൻ്റെ ഒരു 50% എങ്കിലും
മീൻസ് ഒരു 1,00,000 രൂപയുടെ ഗോൾഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50%, അതായത് ഒരു 50,000 രൂപ ആ നെക്ലേസിന് മേക്കിംഗ് ചാർജ് വരും. നമ്മൾ വെറുതെ കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഗോൾഡിന് തത്തുല്യമായിട്ട് തന്നെ നിൽക്കും. ഫിനിഷിലും കാര്യങ്ങളിലും അതിലെ സ്റ്റോൺസും കോൺഫിഡൻസോടുകൂടി തന്നെ ധരിക്കുകയും ചെയ്യാം. മറിച്ച് നമുക്ക് ആ പണിക്കൂലി വരുന്നത്, അതായത് മേക്കിംഗ് ചാർജ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു 4-1 5 തുക മുടക്കിയാൽ തന്നെ നമുക്ക് അതേ ഫിനിഷും ക്വാളിറ്റിയും നിൽക്കുന്ന ഓർണമെന്റ്സ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. മേക്കിംഗ് ചാർജിന്റെ 5-4 നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെ. സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ ഗോൾഡ് നിറഞ്ഞിട്ടുള്ള ചോക്കറൊക്കെ ഇടുമ്പോഴേ ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിട്ട് ഈ ഒരു ഭാഗം മാത്രം ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കും. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇതൊരു വല പോലത്തെ ഡിസൈനിൽ ചെയ്തത് കൊണ്ട് ഇടയ്ക്ക് ഓരോ പോർഷനിലും നമ്മുടെ സ്കിന്ന് കാണാൻ പറ്റും. ഈ സ്കിന്ന് കാണുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഓർണമെൻ്റ് ആണോ ഇടുന്നത് അത് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ അന്ന് എന്ത് അറ്റയറിലാണോ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനോട് നന്നായിട്ട് ഇണങ്ങി പോകുന്നതാണ്. ഇപ്പോൾ ഈ മാലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ വല പോലെ സ്ക്വയർ ടൈപ്പ് നെറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും നടുക്കായിട്ട് ഓരോ വൈറ്റ് സിർക്കോൺ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 2 സൈഡിലും വലയുടെ നടുക്കായിട്ട് ഒരു ലീഫ് പെറ്റൽ ഷേപ്പിൽ കുറേ ഇലകൾ, നടുക്ക് റൂബി സ്റ്റോണും അതിനെ സറൗണ്ട് ചെയ്തിട്ട് വൈറ്റ് സ്റ്റോണുമായിട്ട് 2 ലെയറിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നടുക്ക് അതിൻ്റെ ഒരു പെൻഡൻ്റ് ഉണ്ട്. ഈ പെൻഡൻറ്റിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഇയറിങ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞു നല്ല അടിപൊളി റൂബി ഹാങ്ങിങ്സും ഉണ്ട്. ഈ ഹാങ്ങിങ്സ് ഒക്കെ ഇങ്ങനെ ഇയറിങ്ങിലൊക്കെ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറയുമ്പോഴേ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പോണി ടെയിൽ കെട്ടിയാലും ഹാങ്ങിങ്സ് ഉള്ള ഇയറിങ് ഇട്ടാലും അവർക്ക് തല ഇളക്കം കുറച്ച് കൂടുതലായിരിക്കും. അല്ല എന്ന് പറയണ്ട, അതെനിക്കറിയാം. അപ്പം ഇതാണ് നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ.